ഒക്കെ അറിയാവുന്ന പോലെ മുസ്ലിം ലീഗ് UDFിലെ ഒരു പ്രമുഖ ഘടകകക്ഷിയാണ്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് UDFിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസരഹിതമാണ് എന്ന് വ്യക്തമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിന് വോട്ടർമാരെ സമീപിക്കുമ്പോൾ അവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പ്രയാസപ്പെടാറുണ്ട്. നല്ല എഫേർട്ട് അതിനുവേണ്ടി എടുക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഞങ്ങൾ വോട്ടർമാരെ കാണാൻ പോകുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിലാണ് കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നത്. കാരണം ഞങ്ങൾ പറയുന്നത് ജനങ്ങൾ അനുഭവിക്കുന്നതാണ്. അവരുടെ നിത്യജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് വോട്ടർമാരെ ഞങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത്. ഓർമ്മപ്പെടുത്തുക എന്നൊരു കാര്യം മാത്രമേ ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ. കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണം കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരള മന്ത്രിസഭ അധികാരമേറ്റതിന് ശേഷം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഉത്തരവാദിത്വം മാത്രമേ ഇത്തവണ ഞങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ. ഒറ്റ കാര്യത്തിൽ നിന്ന് ഞങ്ങൾ തുടങ്ങിയാൽ 10 കൊല്ലം മുമ്പ് ശ്രീ പിണറായി വിജയൻ അധികാരത്തിലേൽക്കുമ്പോൾ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് വില 100 രൂപയായിരുന്നു. ഇന്നത് 4.5 ഇരട്ടി വർദ്ധിച്ച് 450 രൂപയിൽ മുകളിൽ 500 വരെ എത്തി ഒരല്പം താഴോട്ട് വന്നു. ഇതൊരു അത്യാവശ്യ സാധനത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. മറ്റെല്ലാ കാര്യങ്ങളിലും അരിയും പഴവ്യഞ്ജനങ്ങളും മറ്റെല്ലാ പച്ചക്കറികളടക്കമുള്ള സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ച ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഈ മണ്ഡലകാലത്ത് പച്ചക്കറി വില കൂടിയിട്ടുണ്ട്, അതിനെക്കുറിച്ചല്ല പറയുന്നത്. എന്നാൽ പോലും മറ്റ് അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ കുതിച്ചുയരുകയും ജനങ്ങളുടെ നിത്യ ബജറ്റ് തകരാറിലാകുകയും ചെയ്തൊരു കാലഘട്ടം. അത് ജനങ്ങൾക്ക് നന്നായി അറിയാം. പണ്ട് കാലത്ത് ഒരു മാസത്തിന് വീട്ടിലെ ചെലവിൽ കൊടുക്കുന്ന പണം ഇപ്പോൾ 10 ദിവസത്തിന് പോലും തികയുന്നില്ല എന്ന് വീട്ടിലെ കുടുംബിനികൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് വളരെ എളുപ്പമാണ്. സാധനവില കൂടുമ്പോൾ സർക്കാരിനുള്ള ഉത്തരവാദിത്വം മാർക്കറ്റിൽ ഇടപെടലാണ്. അത്തരമൊരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ദുസ്സഹമായ വിലക്കയറ്റം ഉണ്ടായിട്ട് പോലും മാർക്കറ്റിൽ ഇടപെടാനും കുത്തനെ ഉയരുന്ന വിലകൾ പിടിച്ചു നിർത്താനുള്ള എന്തെങ്കിലും പദ്ധതികൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ആളുകൾക്ക് മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സാധാരണ വിലക്ക് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യാനുള്ള മാവേലി സ്റ്റോറുകൾ പോലെയുള്ള സംവിധാനങ്ങൾ നോക്കുകുത്തിയായി പോവുകയും ചെയ്തു. ആവശ്യ സാധനങ്ങൾ ഇല്ലാത്ത സ്റ്റോറുകളായി മാവേലി സ്റ്റോറുകളും മറ്റ് സംവിധാനങ്ങളൊക്കെ മാറി. ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ഒരു പ്രയാസം വർദ്ധിപ്പിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുത്തത്. അതേ അവസരത്തിൽ അവരുടെ നികുതികൾ കുത്തനെ കൂട്ടി, എല്ലാതരം നികുതികളും കൂട്ടി. സ്വാഭാവികമായും എല്ലാ വർഷവും അല്ലെങ്കിൽ ബജറ്റ് വരുമ്പോൾ ഒക്കെ നികുതി വർധനവ് ഉണ്ടാകാറില്ല എന്നൊരു ചോദ്യം ഉണ്ടാകും. സ്വാഭാവികമാണ്, നികുതി വർധനവ് ഉണ്ടാവും. എത്രയാണ് ഉണ്ടാവുക? 2%, 5%, പരമാവധി പോയ ഒരു 5% വർധനവാണ് ഉണ്ടാവുക. ഇത്തവണ വീട്ടുനികുതിയിലൊക്കെ ഉണ്ടായത് 400-500% വർധനവാണ്. ഒരു വീട് നിർമ്മിക്കാനുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരു അപേക്ഷാ ഫോമിന്, അപേക്ഷാ ഫോമിന് 10 രൂപ ഉണ്ടായിരുന്നത് 150 ആയി.
അപേക്ഷയോടൊപ്പം അടയ്ക്കേണ്ട പണം 300 രൂപ ഉണ്ടായിരുന്നു 1500 ആക്കി. എത്ര മടങ്ങാണ് വർദ്ധിച്ചത്? അത് ജനങ്ങളെ ബാധിക്കുന്നു. ഒരു കിടപ്പാടമില്ലാത്തൊരു മനുഷ്യന് കിടന്നുറങ്ങാൻ ഒരു കൂരയുണ്ടാക്കാൻ, ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ അമിതമായ ടാക്സ് വരുന്നത്. അതോടൊപ്പം ഭൂമിയുടെ ഫെയർ വാല്യൂ 2 തവണ 10% വെച്ച് വർദ്ധിപ്പിച്ചു. ഭൂമിയുടെ ഫെയർ വാല്യൂ വർദ്ധിക്കുമ്പോൾ രജിസ്ട്രേഷൻ ചാർജ് വർദ്ധിക്കും, അതോടൊപ്പം സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിക്കും. ഇതൊക്കെ ഒരു 2 സെൻറ്റോ 3 സെൻറ്റോ വാങ്ങി ഒരു കൂരയുണ്ടാക്കാമെന്ന് ആഗ്രഹിക്കുന്ന പാവപ്പെട്ടവന് വലിയ കടമ്പയായി മാറി.